വിരാട് കോഹ്ലിയുടെ നേതൃത്വത്തിൽ റോയൽ ചലഞ്ചേഴ്സ് IPL കിരീടം അടിച്ചെടുത്തപ്പോൾ പ്രധാന സ്പോൺസർമാരിൽ ഒന്നായ കീ വയേഴ്സ് ആൻഡ് കേബിൾസിന്റെ ഓഹരി വിലയിൽ മുന്നേറ്റം. ബുധനാഴ്ച ഉയർന്നത് 2.5%. ഖത്തർ എയർവേസ്, ഹാപ്പിലോ, ഹിന്ദുവെയർ ഹോംസ്, പുമ, ബോട്ട്, നിപ്പോൺ പെയിന്റ് തുടങ്ങിയവരാണ് മറ്റ് സ്പോൺസർമാർ. മരവിച്ചുപോയ ശബരി റെയിൽപാതയ്ക്ക് മുഖ്യമന്ത്രിയും റെയിൽവേ മന്ത്രിയും ഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയോടെ അനക്കം. ഭൂമി ഏറ്റെടുക്കൽ, ചെലവ് പങ്കിടൽ തുടങ്ങിയ കാര്യങ്ങളിൽ തീരുമാനമാക്കാൻ ശ്രമം. ഇത് തെരഞ്ഞെടുപ്പുകൾ അടുക്കുമ്പോൾ പദ്ധതികൾക്ക് കൃത്രിമ ശ്വാസം കിട്ടുന്ന പതിവ് രീതിയോ ശരിക്കും ജീവൻ വെച്ചതോ? കേട്ടുമടുത്ത ജനത്തിന് സംശയം ബാക്കി. തിരുവനന്തപുരം, മംഗലാപുരം അടക്കം 6 വിമാനത്താവളങ്ങളിലെ ബിസിനസ് വിപുലീകരണത്തിന് 6500 കോടിയോളം രൂപയുടെ ആഗോള വായ്പ കരസ്ഥമാക്കി അദാനി എയർപോർട്ട്സ്. ഫസ്റ്റ് അബുദാബി ബാങ്ക്, ബാർക്ലേസ്, സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്കുകൾ ചേർന്നതാണ് ഇടപാട്. അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉരുക്കിനും അലൂമിനിയത്തിനും ഇരട്ടി നികുതി പ്രാബല്യത്തിൽ. ആകെ ചുങ്കം 50%. ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് തിരിച്ചടി. പാർലമെന്റിന്റെ മഴക്കാല സമ്മേളനം ജൂലൈ 21 മുതൽ ഓഗസ്റ്റ് 12 വരെ. 3.5 മാസത്തിന് ശേഷമാണ് പാർലമെന്റ് സമ്മേളിക്കുക. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ആദ്യ സമ്മേളനം. ഇത്ര വൈകുന്നത് എന്ത് എന്ന് പ്രതിപക്ഷം. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനംഓൺലൈൻ.com.